Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 5 Unit 2 Arya in the Cockpit. അപ്പോൾ നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ആര്യ ഇൻ ദ കോക്പിറ്റ് എന്ന പാഠഭാഗവും അതോടനുബന്ധിച്ചിട്ടുള്ള ചില ആക്ടിവിറ്റീസ് എന്ന് പറയാനില്ല, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മുഴുവനായി കണ്ട് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഇതുപോലുള്ള ക്ലാസ്സിലെ കുട്ടികളിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. ഓക്കേ. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ പാഠഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പാഠഭാഗം ആര്യ ഇൻ ദ കോക്പിറ്റ് ആണ് അല്ലേ. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ആര്യ ഇൻ ദ കോക്പിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആര്യ ഇൻ ദ കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ ആര്യ നമുക്കറിയാം ഒരു കുട്ടിയുടെ പേരാണ്. കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വല്ല ഐഡിയ ഉണ്ടോ? കോക്പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിമാനത്തിലൊക്കെ പൈലറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കോക്പിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെസണാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ലെസണിന് മുമ്പായിട്ട് തന്നെ നമ്മളോട് ഇവിടെ ഒരു ലൈൻസ് നമുക്ക് കാണാം. എന്താ അത്? ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. അപ്പം നമ്മളോട് ഇതിൽ പറയുന്നത്, നമുക്ക് ഒരു പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ട ഒരു കുട്ടിയുടെ കഥ നമുക്കിവിടെ പഠിക്കാമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പൈലറ്റ് ആകാൻ വേണ്ടിയിട്ട് കണ്ട ആ ഒരു കുട്ടിയുടെ സ്വപ്നവും ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ പിക്ചറും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഈ പിക്ചർ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എവിടെയാണ് കാണാറ്? സർക്കസിലാണല്ലേ. അപ്പോൾ സർക്കസിൽ നമ്മൾ കാണുന്ന ഒരു ഇനമാണ് ഇവിടെ പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് വളരെ ലോങ് ആയിട്ടുള്ള ഊഞ്ഞാലയിൽ കിടന്ന് നമ്മൾ എന്ത് ചെയ്യും, ആടി ഒരു ഊഞ്ഞാലയിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈവിട്ട് ചാടി പിടിക്കുകയൊക്കെ ചെയ്യും അല്ലേ. ഇതിന് പറയുന്ന പേരാണ് ട്രപ്പീസ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മുടെ ഈ സ്റ്റോറിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ നമുക്ക് ഇതിങ്ങനെ റീഡ് ചെയ്ത് പോകുമ്പോൾ, ഈ സ്റ്റോറി റീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണേ. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും എന്ത് വേണം? പറക്കണം അല്ലേ. വെൻ ഷി വാസ് 4 years ഓൾഡ് ഷി വാണ്ടഡ് ടു ബി റോസമ്മ. അങ്ങനെ 4 വയസ്സായപ്പം ആര്യക്ക് ആരാകാനാണ് ആഗ്രഹം വന്നത്? റോസമ്മ ആവാനാണ് ആഗ്രഹം വന്നത്. അപ്പോൾ ഈ റോസമ്മ ആരാണെന്ന് നമുക്കറിയണ്ടേ. റോസമ്മ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ്. അപ്പോൾ ആര്യ ഈ റോസമ്മയെ എവിടെയാണ് കണ്ടത്? സർക്കസിലാണ് കണ്ടത്. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. അപ്പോൾ റോസമ്മ എന്ന് പറയുന്നത് ഈ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ട്രപ്പീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഈ റോസമ്മ എന്ന് പറയുന്നത് സർക്കസിലുള്ള ഒരു ട്രപ്പീസ് കലാകാരിയാണ് റോസമ്മ. അപ്പോൾ ഇവിടെ മക്കളെ ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ പറയുന്ന ആർട്ടിസ്റ്റ് അല്ല, ആർട്ടിസ്റ്റ്. അതായത് സ്റ്റേജ് പെർഫോമറെയാണ് നമ്മളിവിടെ ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. അപ്പോൾ ആര്യക്ക് എന്ത് വേണം? റോസമ്മയെ പോലെ ഒരു സ്വിങ്ങിൽ നിന്നും അടുത്ത സ്വിങ്ങിലേക്ക് എന്ത് ചെയ്യണം? പറക്കണം. റോസമ്മ ട്രപ്പീസിൽ ചെയ്യുന്നില്ലേ, അതുപോലെ. പിന്നെയോ ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. കൂടാതെ റോസമ്മയെ പോലുള്ള നല്ല തിളങ്ങുന്ന ഗ്ലിറ്റർ മീൻസ് തിളങ്ങുന്ന വസ്ത്രങ്ങളുണ്ടാവണം. നമുക്കറിയാം സർക്കസിൽ പൊതുവേ അവരൊക്കെ നമുക്ക് ഒന്നും കൂടെ ആകർഷകമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തിളങ്ങുന്ന ഡ്രസ്സുകളൊക്കെയാണ് ഉപയോഗിക്കുക അല്ല. അപ്പം അതുപോലെ അതും വേണം ആർക്ക്? നമ്മുടെ ആര്യക്ക്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. അപ്പോൾ ഈ സർക്കസിൽ നമുക്കറിയാം ഇതുപോലത്തെ സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ വന്ന് കാണാനിരിക്കുന്ന നമ്മളൊക്കെ കൈയടിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ 100 കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യണം? ഇവളുടെ ഈ ഒരു അഭ്യാസങ്ങളൊക്കെ കണ്ട് കൈയടിക്കണം. ഷി വുഡ് ഈറ്റ് കോട്ടൺ കാൻഡി എവറി ഡേ.
കൂടാതെ എന്ത് ചെയ്യണം അവൾക്ക്? എല്ലാ ദിവസവും കോട്ടൺ ക്യാൻഡി കഴിക്കണം. അപ്പം നമുക്കറിയാം ഇതുപോലുള്ള ഫെയറിന് സർക്കസിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇതേപോലുള്ള ഈ കോട്ടൺ ക്യാൻഡിയൊക്കെ വിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റൂലേ? അപ്പോൾ ഈ കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ മക്കൾക്ക്? നമ്മുടെ ഈ ഒരു പുല്ലുമിഠായി തന്നെ നമ്മൾ കാണുന്നില്ലേ, ഒരു വടിയിൽ ഒരു റോസ് നൂല് പോലത്തെ ആ ഒരു സാധനം. ഞാനിവിടെ പിക്ചർ കൊടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു കുട്ടി കഴിക്കുന്ന കണ്ടില്ലേ, ഇത് തന്നെയാണ് നമ്മൾ കോട്ടൺ ക്യാൻഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോട്ടൺ ക്യാൻഡി കഴിക്കണം. പിന്നെയോ ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഒരു ക്ലൗൺ. ഒരു ക്ലൗൺ മീൻസ് കോമാളി അല്ലേ? കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ക്ലൗൺ. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ക്ലൗൺ ആയിരിക്കും. ഇതൊക്കെയാണ് 4 വയസ്സുള്ള നമ്മുടെ ആര്യക്കുട്ടിയുടെ ആഗ്രഹം. ആ ഒരു ഭാഗം എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ? ഹൂ ഡിഡ് ആര്യ വാണ്ട് ടു ബി വെൻ ഷി വാസ് 4 years ഓൾഡ് ആൻഡ് വൈ? 4 വയസ്സാകുമ്പോൾ ആര്യക്ക് ആരാകാനായിരുന്നു ആഗ്രഹം, എന്തുകൊണ്ട് അല്ലേ? അപ്പോൾ അതിന് നമ്മളെങ്ങനെ ആൻസർ പറയാം? ആര്യ വാണ്ടഡ് ടു ബി എ ട്രപ്പീസ് ആർട്ടിസ്റ്റ് നെയിംഡ് റോസമ്മ ബിക്കോസ് ഷി വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ് വിത്ത് ഗ്ലിറ്ററി ക്ലോത്ത്സ് അല്ലേ? അവൾക്ക് ഒരു ട്രപ്പീസ്, റോസമ്മ എന്ന് പേരുള്ള ആ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കും എന്ത് ചെയ്യണം, അതേപോലെ ഒരു സ്വിങ്ങിൽ നിന്നും മറ്റൊരു സ്വിങ്ങിലേക്ക് നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് പറക്കണം അല്ലേ? ഇതാണ് നമുക്ക് ഇതിന് ആൻസറായിട്ട് പറയാൻ പറ്റുക. ഇനി നമുക്ക് നോക്കാം. When Arya was 8 years old, she wanted to be Kalpana Chawla. അപ്പോൾ ആര്യക്ക് അത് കഴിഞ്ഞ് 8 വയസ്സായപ്പോൾ ആര്യക്ക് ആരാകണം? കൽപ്പന ചൗള ആവണം. കൽപ്പന ചൗള ആരാണെന്ന് മക്കൾക്ക് അറിയില്ലേ? അറിയാമല്ലേ? നമ്മുടെ ബഹിരാകാശ സഞ്ചാരിയായ, അതായത് ആസ്ട്രോനട്ട്, അതാണ് കൽപ്പന ചൗള. അപ്പോൾ 8 വയസ്സായപ്പോൾ ആര്യക്ക് കൽപ്പന ചൗളയാണ് ആകേണ്ടത്. ഷീ മെയ്ഡ് ഹേർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. അവൾ എന്ത് ചെയ്തു? മറ്റേ ഈ ബഹിരാകാശത്തൊക്കെ പോകുന്നവരിടുന്ന ആ ഒരു സ്യൂട്ട്, ഒരു ഓറഞ്ച് കളർ സ്യൂട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു സ്യൂട്ടൊക്കെ അവൾ എന്ത് ചെയ്തു? അവൾ ഉണ്ടാക്കി തയ്പ്പിച്ചെടുത്തു. ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും ആ സ്യൂട്ട് തന്നെ ഇട്ട് നടന്നു. ആര്യ, ആൻഡ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? അപ്പം അമ്മ എന്ത് ചോദിക്കും? നിനക്ക് ആര്യ ആ സ്യൂട്ടിൽ നിനക്ക് ചൂടൊന്നും എടുക്കുന്നില്ലേ? നമുക്കറിയാം, നമുക്കിപ്പോൾ ഈ കുട്ടികളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ ഹരായിട്ട് എടുക്കുന്ന കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് മെസ്സിയുടെയൊക്കെ ആ ജേഴ്സി ഇട്ട് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? കാരണം അവരോടുള്ള ആ ഒരു ആഗ്രഹം, ഇഷ്ടം അങ്ങനെ ആവണം എന്നൊക്കെ വിചാരിക്കുമ്പം അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പിന്തുടർന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവും അല്ലേ? അപ്പം അതേപോലെ ഇവിടെ ആരും എന്താണ് ചെയ്യുന്നത്? സ്പേസിൽ പോകുമ്പോൾ കൽപ്പന ചൗള ഇടുന്ന ആ ഒരു സ്യൂട്ട് പോലത്തെ സ്യൂട്ട് തന്നെ ഫുൾ ടൈം ഇട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ആസ്ട്രോനട്ട് ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ സ്യൂട്ട് അമ്മ. സ്പേസ് ഈസ് നോട്ട് ആസ് സേഫ് ആസ് ദ എർത്ത് ഈസ്. മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്ട് മീ. അപ്പോൾ ഇവിടെ ആര്യ അപ്പം അമ്മയോട് എന്താ പറയുന്നത്? എനിക്ക് ചൂടൊന്നും എടുക്കൂല എന്ന് ചോദിക്കുമ്പോൾ ആര്യ എന്താ പറയുന്നത്? ആസ്ട്രോനട്ട് ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ സ്യൂട്ട് അമ്മ. ആസ്ട്രോനട്ട് എന്ത് ചെയ്യണം? ഈ സ്യൂട്ട് യൂസ് ചെയ്തിട്ട് അല്ലേ, ഉപയോഗിച്ച് ശീലാക്കണം. കാരണം സ്പേസ് എന്ന് പറയുന്നത്, ബഹിരാകാശം എന്ന് പറയുന്നത് എർത്ത് പോലെ എന്തല്ല, അത്ര സേഫ് അല്ല. മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്ട് മീ. അപ്പോൾ എന്നെ എന്ത് ചെയ്യണം? ആ സ്യൂട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ ആ സ്യൂട്ടൊക്കെ ഇട്ട് ഞാൻ ശീലാക്കുന്നതാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ആര്യ അമ്മയോട് പറയുന്നത്. When Arya was 12 years old, she wanted to be Amelia Earhart. അങ്ങനെ 12 വയസ്സായപ്പോൾ ആര്യക്ക് ആരാകാനാണ് ആഗ്രഹം? അമീലിയ എയർഹാർട്ട്. അപ്പോൾ അമീലിയ എയർഹാർട്ട് ആരാണെന്ന് നമ്മൾ അറിയണം അല്ലേ? ഒരു അമേരിക്കൻ പൈലറ്റാണ് അമീലിയ എയർഹാർട്ട്. അപ്പോൾ ആ ഒരു 12 വയസ്സായപ്പോൾ ആര്യക്ക് അമീലിയ എയർഹാർട്ടാണ് ആവേണ്ടത്. അതായത് ആദ്യം ഒരു സർക്കസിലെ ഇനമായ ട്രപ്പീസ് കലാകാരിയാകണം. അത് കഴിഞ്ഞപ്പോൾ ആസ്ട്രോനട്ട് ആവണം. 12 വയസ്സായപ്പോൾ പൈലറ്റ് ആവാനാണ് ആർക്ക് ആഗ്രഹമായത്? നമ്മുടെ ആര്യക്കുട്ടിക്ക്. ഷീ ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രൊജക്റ്റ്. അവളുടെ സ്കൂൾ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവൾ എന്ത് ചെയ്തു? ഒരു വിമാനത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി.
ഇറ്റ് കുഡിൻറ്റ് ഫ്ലൈ ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. അപ്പോൾ ആ മോഡൽ എന്ത് ചെയ്യില്ല, പറക്കൊന്നും ചെയ്യില്ല, എന്നിട്ടും അവൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ആ ഒരു നിശ്ചല മാതൃകക്ക്, ആ ഒരു സ്റ്റിൽ മോഡലിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമീലിയ. കൂടാതെ ആര്യ എന്ത് ചെയ്തു, അമീലിയെ പോലെ, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ കൽപ്പന ചൗളേനെ പോലെ ആകുമ്പോൾ ആ ഒരു ഓറഞ്ച് സൂട്ട് ഇട്ട് നടന്നു. അമീലിയെ പോലെ ആകാൻ വേണ്ടിയിട്ട് അമീലിയെ പോലെയുള്ള ഷോർട്ട് ഹെയറൊക്കെ ആക്കിയിട്ടാണ് ആര് നടന്നത്, നമ്മുടെ ആര്യ. അപ്പോൾ അമീലിയ എയർഹാർട്ടിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ചെറിയ മുടിയൊക്കെ ആക്കിയിട്ടാണ് ആര് നമ്മുടെ അമീലിയെ എന്ത് ചെയ്തത്, അനുകരിച്ചത്, നമ്മുടെ ആര്യ അനുകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് 8-year-old ആര്യ വാണ്ട് ടു ബി കൽപ്പന ചൗള? ഈ ഒരു ഭാഗമായിട്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് 8 വയസ്സുള്ളപ്പോൾ ആര്യക്ക് എന്താവണം എന്ന് ആഗ്രഹം വന്നത്, കൽപ്പന ചൗളയാവാൻ? എന്തുകൊണ്ടാ, കാരണം എന്താ? ആര്യക്ക് ബഹിരാകാശത്തേക്ക് പോകണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾക്ക് എങ്ങനെ ആൻസർ എഴുതാം? ബിക്കോസ് ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ടു ദ സ്പേസ്, സ്പേസിലേക്ക് പറക്കണം അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് കൽപ്പന ചൗളയെ പോലെ ആകണമെന്ന് ആര്യ ആഗ്രഹിച്ചത്. ഇനി ഇവിടെ കാണുന്നില്ലേ ആ ഒരു ഓറഞ്ച് സ്യൂട്ടൊക്കെ ഇവിടെ പിക്ചറിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൂൺ ആര്യ ഹേർഡ് ഓഫ് അങ്കുലിയാബായി കുമുദമ്മാൾ ആൻഡ് സർല താക്കറെ, ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ആരെക്കുറിച്ചൊക്കെ ആര്യ കേട്ടറിഞ്ഞു? അങ്കുലിയാബായി, കുമുദാമൽ ആൻഡ് സർല താക്കറെ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ വുമണാണ് ടു ഫ്ലൈ എ പ്ലെയിൻ. ആദ്യമായിട്ട് വിമാനം പറപ്പിച്ച വനിതാ പൈലറ്റുമാരാണ് ഇവരൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള. അങ്കുലിയാബായി വാസ് ജസ്റ്റ് 16 years old. അപ്പോൾ ആ ഒരു സമയത്ത് അങ്കുലിയാബായിക്ക് വെറും എത്രയാണ് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. ഐ കാൺ വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ. അപ്പോൾ ഇവിടെ ആര്യ പറയാണ്, എനിക്കൊരു ടീനേജർ ആവുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതായത് ആ ഒരു പൈലറ്റ് ആവാനുള്ള ആ ഒരു ത്വര അവളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിടന്ന് തിളക്കുക അല്ലേ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റുന്നില്ല എന്ന് ആര് പറയാണ്? നമ്മുടെ ആര്യ പറയാണ്. സോ യു ക്യാൻ ഡ്രൈവ്. അപ്പോൾ അവളോട് ചോദിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രൈവ് ചെയ്യാനാണോ? ഒരു ടീനേജറായാൽ നിനക്ക് ഡ്രൈവ് ചെയ്യാനാണോ? നോ. സോ യു ക്യാൻ വോട്ട് ചെയ്യാനാണോ? നോ. ദെൻ വാട്ട്? അപ്പോൾ ഒരു ടീനേജർ ആവുന്നത് വരെ നിനക്കങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്തിനാണെന്ന് അവൾ പറയുന്നത്? ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ വേണ്ടിയിട്ട് അല്ലേ, എനിക്ക് പറക്കാൻ കഴിയും. കാരണം ഒരു ടീനേജറായിട്ട് എന്ത് വേണം, ഒരു പൈലറ്റായിട്ട് എനിക്ക് പറക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ എന്താ പറയുക, ഒരു ടീനേജർ ആവാൻ വേണ്ടി ആകാംക്ഷാപരിധിയായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. വെൻ ആര്യ വാസ് 18 years old, ഷീ വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് 18 വയസ്സാകുമ്പോഴേക്കും അവൾക്ക് ഫൈറ്റർ പൈലറ്റ് ആവണം. ഫൈറ്റർ പൈലറ്റ് മീൻസ് യുദ്ധവിമാനങ്ങളുടെ പൈലറ്റ് അല്ലേ. അപ്പൊ ആ ഒരു ഫൈറ്റർ പൈലറ്റായിട്ട് ആർക്ക് മാറണം? നമ്മുടെ നമ്മുടെ ആര്യക്ക് മാറണം. Who are they, ചേച്ചി? asked her little brother Raju, seeing a poster on her wall. അപ്പോൾ നമ്മുടെ ആര്യയുടെ മുറിയിലുള്ള ചുമരിൽ കുറച്ച് പോസ്റ്റർ കണ്ടപ്പോൾ അവളുടെ ബ്രദർ എന്ത് ചോദിക്കുകയാണ്? ഹൂ ആർ ദേ ചേച്ചി? അവരൊക്കെ ആരാണ് ചേച്ചി എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ ആര്യ പറയുന്ന മറുപടി എന്താ? ദേ ആർ ഭാവന, ആവനി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വുമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻ ഇൻ ഇന്ത്യ. അപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലേ. ഇന്ത്യയിലെ എന്താ പറയുക, നമ്മുടെ ഫൈറ്റർ പ്ലെയിനിലുള്ള പൈലറ്റുമാരാണ് ആരൊക്കെ? ഈ പറയുന്ന ഭാവന, ആവണി ആൻഡ് മോഹന അല്ലേ. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ആ ഒരു പോസ്റ്ററിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ബ്രദറിന് ആര്യ പറഞ്ഞു കൊടുത്തു. ആർ ദേ യുവർ ഫ്രണ്ട്സ്? അപ്പോൾ ബ്രദർ വീണ്ടും ചോദിക്കുക, അവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സാണോ, നിൻ്റെ ഫ്രണ്ട്സാണോ? ആര്യ ലാഫ്റ്റ്, മേ ബി സം ഡേ രാജു. അപ്പോൾ ആര്യ ചിരിച്ചുകൊണ്ട് എന്താ പറയുക, ചിലപ്പം ഒരിക്കലും ഇപ്പോഴെന്തല്ല അവർ എൻ്റെ ഫ്രണ്ടല്ല, ഒരിക്കലും എന്തായാലും അവരെൻ്റെ ഫ്രണ്ട് ആകുമായിരിക്കുമെന്ന്. അതായത് എന്തായാലും ഈ ഒരു പൈലറ്റ് ആവാൻ ആര്യ എന്ത് ചെയ്യാണ്, അങ്ങേയറ്റത്തൊരാഗ്രഹമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ അവൾ ജസ്റ്റ് കളിയായിട്ട് പറയാണ്, ഒരിക്കൽ അവരെൻ്റെ ഫ്രണ്ട് ആവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് അവൾ ബ്രദറോട് പറയാണ്. അപ്പോൾ ഇനി അതുമായിട്ടും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹെർ വാൾ ആൻഡ് ഹൗ ഡിഡ് ആര്യ
respond. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ആൻസർ പറയാ? Raju asked Arya who they were. Arya replied that they were Bhavana, Avani and Mohana, the first women to fly fighter planes in ഇന്ത്യ. അപ്പോൾ കൃത്യമായിട്ട് ആൻസേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് തന്നെയുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. അങ്ങനെ അപ്പോൾ അതിനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പിക്ചറൊക്കെ കാണുന്നുണ്ടല്ലേ, ആര്യയുടെ പൈലറ്റായിട്ടുള്ള പിക്ചറൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം, കഥ തീരുമ്പോഴേക്കും ആര്യ പൈലറ്റ് ആവുമോ നമുക്ക് നോക്കാം അല്ലേ. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. അങ്ങനെ ഈ ഒരു പൈലറ്റ് ആവാൻ പഠിക്കുന്ന സ്കൂളിലേക്ക് വേണ്ടി പഠിക്കുന്നതിന് ആര്യ എന്ത് ചെയ്തു? പണമൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ക്യാഷൊക്കെ വേണ്ടേ, അപ്പം ക്യാഷൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങി. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിയിങ്. അവൾ എന്ത് ചെയ്തു? ഒരുപാട് വർഷം പഠിക്കുന്നതിന് വേണ്ടി, പൈലറ്റ് ആവാൻ പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് വർഷം ചെലവഴിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. അവൾ പൈലറ്റുമാരോടൊപ്പം ഇരുന്നു, അവരിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ക്ലാസ് എടുക്കുമ്പം അല്ലേ, ഈ പൈലറ്റായ ആൾക്കാർ അവരൊക്കെ എന്ത് ചെയ്യും? ഇവർക്ക് ക്ലാസ്സൊക്കെ എടുക്കും. അപ്പം അങ്ങനെ അവരോടൊപ്പം ഇരുന്നു. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. അവൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതേപോലെ ധാരാളം ക്യാരറ്റ് കഴിച്ചു. അപ്പം നമുക്കൊരു ഡൗട്ട് വരും അല്ലേ, പൈലറ്റ് ആവുന്നതിന് എന്തിനു വേണ്ടിയിട്ട് ആര്യ ക്യാരറ്റ് കഴിക്കുന്നത്? നമുക്ക് നോക്കാം ക്യാരറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന്. അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. അപ്പോൾ എന്താ കാര്യം? അമ്മ എപ്പോഴും പറയും ക്യാരറ്റ് നമ്മുടെ കണ്ണുകൾക്ക് വളരെ നല്ലതാണ് എന്ന് അല്ലേ. അപ്പോൾ ഈ കണ്ണുകളും പൈലറ്റൊക്കെ ആയിട്ട് എന്താ ബന്ധമുള്ളത്? നമ്മൾ ഈ പൈലറ്റിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മുടെ അവയവങ്ങളുടെ കാര്യക്ഷമതയൊക്കെ പരിശോധിക്കുമല്ലേ, പ്രത്യേകിച്ച് കണ്ണിൻ്റെ. അപ്പോൾ ആ കണ്ണിൻ്റെ കാര്യക്ഷമതയൊക്കെ ഈ ഒരു പൈലറ്റ് ആവുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മുടെ കണ്ണിൻ്റെ കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കണ്ണിൻ്റെ നല്ലതിന് വേണ്ടി ധാരാളം ക്യാരറ്റ്സ് കഴിച്ചു. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹെർസെൽഫ്. അങ്ങനെ അവൾ പൈലറ്റ് ആവാനുള്ള കോഴ്സൊക്കെ കഴിഞ്ഞു. ഒടുവിൽ എവിടേക്ക് ഇരിക്കുകയാണ്? കോക്ക്പിറ്റിൽ. കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ പൈലറ്റൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ആ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആര്യ വിമാനം ഓടിക്കാൻ പോവുകയാണ്. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. അപ്പോൾ ഇന്ന് ആര്യക്ക് എന്താണ്? ഒരു സ്പെഷ്യൽ ദിവസമാണ്. എന്താ റീസൺ എന്താ നമുക്ക് നോക്കാം. That's her in the cockpit. She very excited because there are 2 special passengers on her plane this morning. അപ്പോൾ that her അവൾ ആ ഒരു കോക്ക്പിറ്റിൽ ഉണ്ടാകുമ്പം അവളെ സംബന്ധിച്ചിടത്തോളം 2 സ്പെഷ്യലായ 2 പാസഞ്ചേഴ്സും അന്ന് ആ ഫ്ലൈറ്റിലുണ്ട് അല്ലേ, ആ ഒരു വിമാനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. Ladies and gentlemen, this is your Captain Arya. Welcome aboard. അപ്പോൾ നമ്മുടെ ഈ വിമാനത്തിലൊക്കെ കയറിയവർക്ക് അറിയാം, അതിൽ കയറിക്കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റന്മാരെന്ത് ചെയ്യും? അവരെ ജസ്റ്റ്, അതായത് ഈ പൈലറ്റുമാർ വിമാനം ഓടിക്കുന്നവർ അവരെക്കുറിച്ച് പരിചയപ്പെടുത്തും. അപ്പോൾ ഇതിന്ന് ആര്യയുടെ ടേണാണ് അല്ലേ. ആര്യ ജോലിയിലേക്ക് പ്രവേശിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആര്യ ഫസ്റ്റ് തന്നെ പാസഞ്ചേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം അബോർഡ്. വെൽക്കം അബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിലേക്ക് എന്നുള്ള ആ ഒരു അർത്ഥം വരുന്നതിനാണ് എബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലെയിനിലേക്കാണ് വെൽക്കം അബോർഡ് പറയുമ്പോൾ വിമാനത്തിലേക്ക് സ്വാഗതം. ഒരു ട്രെയിനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രെയിനിലേക്ക് സ്വാഗതം. അതേപോലെ ബസ്സാണെങ്കിൽ ബസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഏത് വാഹനത്തിൻ്റെ അകത്താണോ നമ്മൾ കയറുന്നത്, അപ്പോൾ ആ ഒരു വാഹനത്തിലേക്ക് എന്നുള്ള ഒരു അർത്ഥത്തിനാണ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ചേച്ചി, രാജു വാസ് ത്രിൽഡ്. യെസ് മൈ ഡോട്ടർ, രാജുസ് മദർ ഹഗ്ഡ് ഹിം. അപ്പോൾ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ എന്നുള്ള ആ ഒരു ഡയലോഗ് കേട്ടപ്പോൾ തന്നെ, ആ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ നമ്മുടെ രാജു എന്ത് ചെയ്യാണ്? ഭയങ്കര ത്രില്ലായിട്ട് ചേച്ചി എന്നിങ്ങനെ പറയാതെ ചേച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അപ്പോൾ അമ്മയും എന്ത് പറയാണ്? രാജുവിനെ കെട്ടിപ്പിടിച്ച് പറയാണ്, യെസ് മൈ ഡോട്ടർ, അതേ എൻ്റെ മകൾ എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായി അന്നത്തെ ദിവസം നമ്മുടെ ആര്യ വിമാനം ഓടിക്കുമ്പം അന്ന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? രാജുവും നമ്മുടെ ആര്യയുടെ അമ്മയുമാണ് ആ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് അങ്ങേയറ്റം എന്തെങ്കിലും ഒന്നായി തീരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കഠിനാധ്വാനം ചെയ്യുക, നമ്മളതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അല്ലേ. ഇനി ഇതുമായിട്ട് വരുന്ന
ആ ഒരു വർക്ക്. ഇതിൽ ആ ഒരു ലെസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദിത ജയരാജ് എന്ന് പറയുന്ന നമ്മുടെ ഓതറെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കൂടുതലായിട്ടൊന്നുമില്ല, ഒരു സയൻസ് ജേർണലിസ്റ്റാണ്. പിന്നെ അവരെഴുതിയ വർക്കുകളൊക്കെ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ, യു ഹാവ് റെഡ് അബൌട്ട് ആര്യാസ് ഡ്രീംസ്. ആര്യയുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. ഡു യു ഹാവ് ഡ്രീംസ്, നിങ്ങൾക്കും എന്തുണ്ടോ, ഇതുപോലുള്ള ഡ്രീംസ് ഉണ്ടോ? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും എന്തായി തീരാനാണ് ആഗ്രഹം. റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം, നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, എഴുതുക. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഡ്രീമിനെ കുറിച്ചാണ് നമ്മൾ പറയുക. ഓരോരുത്തർക്കും അവരവരുടേതായ ഡ്രീംസൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്കിവിടെ പൊതുവേ നമുക്കറിയാം, ഭൂരിഭാഗം കുട്ടികളും അവരുടെ ഈ ഒരു പ്രായത്തിൽ അവരുടെ ഡ്രീമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഏതായിരിക്കും, ഡോക്ടറായിരിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒരു നമ്മുടെ ഡ്രീം ഡോക്ടർ ആവുക എന്ന ഒരു ഉദ്ദേശത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു പാരഗ്രാഫ് എഴുതി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ എഴുതാൻ പറ്റുക? മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ഡോക്ടർ ബിക്കോസ് I want to help people feel better when they are sick. അല്ലേ, എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഡോക്ടർ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് ഇപ്പോൾ അസുഖമൊക്കെ ആയി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാൻ പോയി ആ ഡോക്ടർ നമ്മളെ പരിശോധിച്ച് നമ്മുടെ അസുഖമെല്ലാം മാറ്റി നമ്മളെ നല്ല ഹെൽത്തി ആക്കി തരും അല്ലേ. ചെയ്യുന്നത് വളരെ നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ പൊതുവേ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രൊഫഷനാണല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം ഡോക്ടറാണെന്ന് പറഞ്ഞ് കുറച്ചൊരു 2-3 സെൻറ്റൻസും കൂടെ എഴുതാം. I think it would be amazing to work in a hospital, treating patients and making them healthy again. അല്ല, അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പേഷ്യൻസിനൊക്കെ ട്രീറ്റ് ചെയ്ത് അവരെ വീണ്ടും ഹെൽത്തി ആക്കി വെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു വർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. Being a doctor means working hard and caring for others. And I am excited to learn everything I can to help people. അപ്പോൾ ഒരു ഡോക്ടർ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഹാർഡുമാണ്, കഠിനാധ്വാനമുള്ളതുമാണ്. കൂടാതെ എന്താ, കെയറിങ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ കെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അതെന്താണ്, അത് ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായ മരുന്നുകളൊക്കെ കൊടുത്ത് അവരെ ഹെൽത്തി ആക്കി വെക്കണ്ടേ. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ള കാര്യമൊക്കെ എന്താണ്, ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നത്, ആൻഡ് ഐ ആം എക്സൈറ്റഡ് ടു ലേൺ എവറിത്തിങ് ഐ ക്യാൻ ടു ഹെൽപ്പ് പീപ്പിൾ. അപ്പം ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനല്ലേ ഒരു ഡോക്ടറാകുമ്പോൾ. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഐ ലൈക്ക് ദ ഡോക്ടേഴ്സ് വൈറ്റ് കോട്ട് ആൻഡ് സ്റ്റെതസ്കോപ്പ് ബിക്കോസ് ദേ മേക്ക് മീ തിങ്ക് ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദർ ഹെൽത്ത്. അപ്പം നമുക്കറിയാം ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വൈറ്റ് കോട്ട് സ്റ്റെതസ്കോപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു വല്ലാത്ത ആരാധന വരും അല്ലേ. അപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല. I hope to bring comfort and healing to those who are struggling with their health. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് പ്രത്യാശിക്കുന്നു, എനിക്ക് ഇങ്ങനെ അസുഖങ്ങളായിട്ട് വരുന്നവരുടെ അസുഖങ്ങളൊക്കെ മാറ്റി അവരെ നല്ല കംഫർട്ടാക്കി വെച്ച് ആ ഒരു അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്നവരെ നല്ല കംഫർട്ടാക്കി വെക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫഷനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേറെയും എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ആക്ടിവിറ്റി 2 എന്താണ്, ഹിയർ ഈസ് എ ടൈം ലൈൻ ഓഫ് ആര്യാസ് ആസ്പിരേഷൻസ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ ആര്യയുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ടൈം ലൈന് അല്ലേ. അതിൻ്റെ ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്കറിയാം ഈ ഒരു ഇയേഴ്സിലുള്ള ആര്യയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. അപ്പോൾ 4 ഇയേഴ്സിൽ എന്തായിരുന്നു, ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ആരെ കണ്ടപ്പോഴാണത്, റോസമ്മയെ കണ്ടപ്പോൾ. 8 ഇയർ ഓൾഡിൽ ആരാവാനായിരുന്നു ആഗ്രഹം, ആൻ ആസ്ട്രോനട്ട്. അത് ആരോടുള്ള ആരാധനയായിരുന്നു, നമ്മുടെ കൽപ്പന ചൗളയോട് അല്ലേ. അത് കഴിഞ്ഞ് 12 ഇയേഴ്സിൽ ആരാവണം എന്നായിരുന്നു ആഗ്രഹം, പൈലറ്റ്, നമ്മുടെ അമീലിയ എയർഹാർട്ടിനെ പോലുള്ള ഒരു പൈലറ്റ് ആവണമെന്ന്. അത് കഴിഞ്ഞ് 18 വയസ്സായപ്പോഴോ ഫൈറ്റർ പൈലറ്റ്, നമ്മുടെ
ഇന്ത്യയിലുള്ള ഭാവന, ആവനി, മോഹന അവരെയൊക്കെ പോലെ ഒരു ഫൈറ്റർ പൈലറ്റ് ആവണം എന്നായിരുന്നു 18 വയസ്സായിരുന്നപ്പോൾ നമ്മുടെ ആര്യക്കുട്ടിയുടെ ആഗ്രഹം. ഇനി ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള ഒരു സെൻറ്റൻസുകൾ അല്ലേ, ആ ഒരു കുറച്ച് സെൻറ്റൻസുകളാണ് എഴുതേണ്ടത്. അതും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. When Arya was 4 years old, she wanted to be like Rosamma, a trapeze artist. Arya wanted to fly in the air from swing to swing. At the age of 8, her dream changed and she wanted to be like the astronaut Kalpana Chawla. At the age of 12, she wanted to be like Amelia Earhart, a pilot. Finally, by the age of 18, she learned about Indian women who flew aeroplanes and was determined to become a fighter pilot. After years of studying, she finally became a pilot. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലുള്ള പാഠഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് തന്നെയാണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപിടിച്ച കമൻറ്റുകളും ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത് ചെയ്യുക, അറിയിക്കുക.